വെൽക്കം ബാക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർ. ഏറെ ശ്രമത്തിനൊടുവിൽ മയക്കൂടി വെച്ച മതിരപ്പള്ളിയിലെ കാട്ടാനയ്ക്ക് ചികിത്സ നൽകി. ആനയുടെ മസ്തകത്തിൽ മരുന്ന് വെച്ച് വിട്ടയച്ചു. മയക്കം മാറാത്തതിനാൽ ആന മേഖലയിൽ തന്നെ തുടരുകയാണ്. ഡോക്ടർ അരുൺ സക്കരയുടെ നേതൃത്വത്തിലാണ് 2 ഡോസ് മയക്കോടി വെച്ചത്. മയക്കോടി വെക്കുന്ന ദൃശ്യങ്ങൾ 24-ന് കിട്ടി. സൂരജ് സജീവ് അതിരപ്പള്ളിയിൽ നിന്ന് വിവരങ്ങൾ ചേർന്നു. സൂരജ്, ആനയ്ക്ക് മയക്കോടി വെച്ചപ്പോൾ സൂരജ് റിപ്പോർട്ട് ചെയ്തപ്പോൾ സൂര്യൻ്റെ ആവേശം കണ്ട് മയക്കോടി കൊണ്ടത് ആനയ്ക്കാണോ സൂര്യനാണോ എന്ന തരത്തിൽ ചില ട്രോളുകൾ പ്രചരിക്കുന്നുണ്ട്. ഈ ആനയുടെ ആദ്യ ദൃശ്യങ്ങൾ പുറത്തുവിട്ടത് സൂരജ്. അതിൻ്റെ പിന്നെ ആ വാർത്തയുടെ ഇമ്പാക്റ്റ് ആണത്. അതിന് പിന്നാലെ നടന്ന സൂരജ്, ആനയുടെ ദൃശ്യങ്ങൾ പലപ്പോഴും നൽകിയ സൂരജ്. ഇന്ന് രാവിലെയും ആനയുടെ ദൃശ്യങ്ങൾ നൽകിയത് 24-ന്റെ ക്യാമറ. അപ്പോൾ സ്വാഭാവികമായും ആവേശം അവർക്ക് മനസ്സിലാവണമെന്നില്ല സൂരജ്, അല്ലേ? തീർച്ചയായും ആഷ്മി, എന്തായാലും ഈ വാർത്ത നമ്മൾ റിപ്പോർട്ട് ചെയ്ത സമയത്ത് കാടിന്റെ നീതി നടപ്പാക്കണം, അതായത് ഈ കാട്ടിൽ ആനകൾ കുത്തുകൂടുന്ന പതിവ് സംഭവമാണ്, അതുകൊണ്ട് തന്നെ ഈ ആന കാട്ടിൽ കിടന്ന് ചരിഞ്ഞു പോകട്ടെ എന്നുള്ളത് പറഞ്ഞവരുണ്ട്. പക്ഷേ ഈ ആന നാട്ടിലേക്ക് എത്തിയതോടുകൂടി നമ്മൾ നാടിന്റെ നീതി നടപ്പിലാക്കി ആനയുടെ ജീവൻ നമുക്ക് രക്ഷിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഏറെ സന്തോഷകരമായിട്ടുള്ള കാര്യം. പലപ്പോഴും ഈ വാർത്തയുടെ പേരിൽ തെറ്റായ വാർത്തകളും വിവരങ്ങളും പ്രചരിപ്പിക്കപ്പെട്ടപ്പോൾ പോലും നമ്മൾ ആനയുടെ ശരിയായ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാനാണ് ശ്രമിച്ചത്. ഇന്നും ആന എവിടെയാണെന്ന് കണ്ടെത്താൻ വനംവകുപ്പിന് ഉൾപ്പെടെ കഴിയാതിരിക്കുമ്പോഴാണ് 24-ന്റെ ക്യാമറ കണ്ണിൽ രാവിലെ 6:30 ആന പതിയുന്നത്, ആന പെടുന്നത്. പിന്നീട് ഈ ആന തന്നെയാണെന്ന് സ്ഥിരീകരിക്കുന്നു. അതിനുശേഷം ഈ വിവരം വനംവകുപ്പിന് കൈമാറി. അങ്ങനെ വനംവകുപ്പ് നമ്മൾ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ ദൗത്യത്തിലാണ് ഇപ്പോൾ ആ ദൗത്യമാണ് ഇപ്പോൾ വിജയം കണ്ടിരിക്കുന്നത്. എന്തായാലും ആനയെ 2 ഡോസ് മയക്കുവെടി വെച്ച് സമീപത്തെ കാട്ടിലേക്ക് മുനിത്തടത്തേക്ക് മാറ്റിയിരിക്കുന്നു. ഈ മുനിത്തടത്താണ് നിലവിൽ ആനയുള്ളത്. ഈ ആനയുടെ മുറിവിലെ പഴുപ്പടക്കം, അതായത് മുറിവടക്കം പരിശോധിക്കുകയും ചെയ്തു. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ വരുന്ന വിവരം, ഈ മുറിവ് ആനകൾ ഏറ്റുമുട്ടിയ സമയത്ത് കൊമ്പ് കൊണ്ടുണ്ടായതാണ് എന്നുള്ളതാണ് പറയുന്നത്. ഈ മുറിവ് വലിയ ആഴത്തിലുള്ളതാണ്, അതുകൊണ്ടാണ് ഇത്രയും ദിവസമായി ഈ മുറിവ് ഉണങ്ങാതിരുന്നത്. ഇതിൽ പഴുപ്പടക്കം നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. പക്ഷേ മുറിവിൻ്റെ വലിപ്പത്തിൽ കുറവ് വന്നിട്ടുണ്ട്, അത് ആശ്വാസകരമാണ് എന്നുള്ളതാണ് നിലവിൽ ഈ പരിശോധന നടത്തിയ അരുൺ സക്കറി അടക്കം അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മുറിവിലെ പഴുപ്പടക്കം നീക്കം ചെയ്തു. അതോടൊപ്പം തന്നെ ഏതെങ്കിലും തരത്തിൽ വെടിയേറ്റത് അടക്കമുള്ള അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ സംശയങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ മെറ്റൽ ഡിറ്റക്ടർ അടക്കം ഉപയോഗിച്ചുകൊണ്ട് പരിശോധന നടത്തിയ ശേഷമാണ് ആനകൾ ഏറ്റുമുട്ടിയപ്പോൾ ഉണ്ടായ മുറിവാണ് എന്ന സ്ഥിരീകരണത്തിലേക്ക് വനംവകുപ്പ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ആനയുടെ മുറിവിൽ മരുന്നടക്കം വച്ചതിന് ശേഷം ആനയ്ക്ക് ആന്റിബയോട്ടിക്കുകളും നൽകി. ആനയെ ഇപ്പോൾ മോചിപ്പിച്ചിട്ടുണ്ട്, പക്ഷെ അത് പൂർണ്ണമായും മോചിപ്പിച്ചു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ആന മയക്കത്തിലാണ്, അതുകൊണ്ട് തന്നെ ആനയ്ക്ക് ഏതെങ്കിലും തരത്തിലുള്ള ശാരീരിക അസ്വാസ്ഥ്യങ്ങൾ അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട്, ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അരുൺ സക്രിയുടെ നേതൃത്വത്തിലുള്ള ഡോക്ടർമാർ നിലവിൽ ആനയെ നിരീക്ഷിച്ചു വരികയാണ്, ആനയുടെ ആരോഗ്യസ്ഥിതി നിരീക്ഷിച്ചു വരികയാണ്. ഉച്ചയോടുകൂടി മാത്രമായിരിക്കും ഈ ഒരു പൂർണ്ണ മോചനം എന്ന അർത്ഥത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയുള്ളൂ എന്നുള്ളതാണ് നമ്മൾ ഈ മധ്യമേഖല CCF-മായി എല്ലാം സംസാരിക്കുമ്പോൾ അവർ സ്ഥിരീകരിച്ചു പറയുന്ന റിപ്പോർട്ടുകൾ. എന്തായാലും ആന ഇപ്പോഴും ഈ മുനിത്തടം എന്ന് പറയുന്ന മേഖലയിൽ ക്ഷേത്രത്തിന് പുറകിൽ നിലയുറപ്പിച്ചിട്ടുണ്ട്. ഈ ദൗത്യ സംഘാംഗങ്ങൾ എല്ലാവരും ഇവിടെ തന്നെയാണുള്ളത്. ആനയെ ഭാഗികമായി മോചിപ്പിച്ചു കഴിഞ്ഞിട്ടുമുണ്ട് ആഷ്മി. ഓക്കെ, സൂരജ് സജിയാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.